നമസ്കാരം. പുറമേ നല്ല ക്രിസ്പി ആയതും അകത്ത് നല്ല ക്രീമി ആയതുമായ ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനൊരു 3 നേന്ത്രപ്പഴം ഒന്ന് ആവിയിൽ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരു 3 ടേബിൾ സ്പൂണോളം വറുത്തതോ വറക്കാത്തതോ ആയ അരിപ്പൊടി നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് എല്ലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് 1/2 ലിറ്റർ പാലാണ്. ഇതെല്ലാം ഒന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ പാല് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടിയുടെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് പാല് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ പാല് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ മധുരത്തിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു മീഡിയം മധുരവേ കാണത്തുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് മധുരം നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ്. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നേന്ത്രപ്പഴം നടുവേ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിനകത്ത് ഈ നാര് പോലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ കുഴഞ്ഞ് കിട്ടണമെങ്കിൽ ഇതിനകത്തെ നാരൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പം ഇതെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം. കൈവച്ച് ഒന്ന് കുഴച്ചെടുക്കാൻ പാകത്തിലായിരിക്കണം. ഇതും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി വെക്കാനാണ്. പിന്നെ ഇതിലേക്ക് ഈ മാവൊന്ന് ഇളക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ടകളില്ലാതെ മാവൊന്ന് ഇളക്കി മിക്സാക്കി ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു കുറച്ച് നെയ്യ് എടുക്കുന്നുണ്ട്. കയ്യിലൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴം കയ്യിലൊട്ടി പിടിക്കാതിരിക്കാനാണ്. കുറേശ്ശെ നേന്ത്രപ്പഴം എടുക്കുക. ഇത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേന്ത്രപ്പഴത്തിൻ്റെ കൂടി എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കുക. അകത്തെ മിക്സ് പുറത്തേക്ക് പോകാതെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മാവിൻ്റെ മിക്സിൽ ഒന്ന് മുക്കിയെടുക്കാം. കോട്ടിങ്ങിനായിട്ട് ഞാൻ ഇവിടെ കോൺഫ്ലെക്സ് ആണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്നാകുന്ന പോലെ ഒന്നാക്കി കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ചട്ടിയിൽ ഒന്ന് എണ്ണ ചൂടാകാൻ വെക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ തയ്യാറാക്കി വെച്ച പലഹാരം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൊരിച്ചെടുക്കാം. അകമെല്ലാം നന്നായിട്ട് വെന്ത് അതായതുകൊണ്ട് നമുക്ക് പുറം ഭാഗം മാത്രം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടിയാൽ മതി. അപ്പം അധികം സമയം എടുക്കില്ല. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ മൊരിഞ്ഞു കിട്ടുന്നതാണ്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ.